ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 46-ൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പോൾ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നും അതറിയുവാൻ നമ്മളെ സഹായിക്കുന്ന ശാന്തമായിട്ട് ദൈവത്തോടൊപ്പം സമയം ചെലവിടുമ്പോഴാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിലും തെക്കും തിരക്കുകളിലും പലപ്പോഴും നമുക്ക് ശാന്തമായിട്ടിരുന്ന് ദൈവത്തെ അറിയാനും ദൈവസ്നേഹം അനുഭവിക്കുവാനും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉന്മേഷവും ശക്തിയും സ്വീകരിക്കുവാനും കഴിയാതെ പോകുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. സ്നേഹമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹവും ദൈവകൃപയും ആ വ്യക്തിയോടൊപ്പം നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരു കുടുംബത്തിന് സാധിക്കുമ്പോഴാണ് ദൈവകൃപയും ദൈവാനുഗ്രഹവും ആ കുടുംബത്തിൽ ഉണ്ടാവുക. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നതനുസരിച്ച്, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കാത്തതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികളും കുറവുകളും തകർച്ചകളും പാപങ്ങളും ഒക്കെ കടന്നു വരുവാൻ ഇടവരുന്നു. ഭൗതിക ലോകത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചാലും പലപ്പോഴും ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും കിട്ടാതെ പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവനെ തന്നെയും ബാധിക്കും. ഒരിക്കലൊരു ചിന്താവിഷയം വായിച്ചു കൊണ്ടിരുന്ന സമയം, ആത്മീയ ലേഖനം വായിച്ചിരുന്ന സമയത്ത് ഒരു പർവ്വതാരോഹകൻ്റെ മരണത്തെക്കുറിച്ച് വായിക്കാനിട വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആൻഡി ഹാരിസ് എന്നാണ്. അദ്ദേഹം ന്യൂസിലാൻഡുകാരനാണ്. 1996 അങ്ങനെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ പോയ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം, ഈ ഹാരിസ്. അദ്ദേഹം നല്ല മിടുക്കനായിരുന്നു, നല്ല തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹവും ഏതാനും ആളുകളും ചേർന്ന് ഇവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുവാൻ അതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ പലരുണ്ട്. ഇവർക്ക് ഈ കാര്യങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കുവാൻ ഒരു ഗൈഡുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ക്രാക്കവർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ്, ജോൺ ക്രാക്കവർ. സ്നേഹമുള്ളവരെ, ഇവർ 1996 മെയ് 10 എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷം തിരിച്ചുള്ള യാത്രയിൽ ഈ ഹാരിസിന് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ഹാരിസിന് ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടവന്ന സംഭവത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകം, ഇൻ ടു തിൻ എയർ എന്നൊരു പുസ്തകം ഈ ജോൺ ക്രാക്കവർ അദ്ദേഹം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിന് ടൈം മാസികയുടെ ദ ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇൻ ടു തിൻ എയർ എന്ന ഈ പുസ്തകം. സ്നേഹമുള്ളവരെ, ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ ഹാരിസ് ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിന് ശേഷവും അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കി തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജൻ കാനിസ്റ്റർ, അതിൽ ഈ കാനിസ്റ്ററിൽ ഓക്സിജൻ തീർന്നു പോകുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം ഈ ഓക്സിജൻ തീർന്നു പോയ കാര്യം അദ്ദേഹത്തിന് ഒത്തിരി ടെൻഷനോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കി. പക്ഷെ അദ്ദേഹം ഈ ഓക്സിജൻ കാനിസ്റ്റർ തീർന്നു പോയെങ്കിലും അദ്ദേഹം ഈ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനു മുമ്പ് ഈ പർവ്വതാരോഹകരായിട്ടുള്ളവർ കയറിയപ്പോഴും ഇറങ്ങിയപ്പോഴും ഉപേക്ഷിച്ചു പോയിട്ടുള്ള കുറേ ഓക്സിജൻ കാനിസ്റ്ററുകൾ അവിടേക്ക് കിടക്കുന്നതായിട്ട് വഴിയിൽ കണ്ടു. പക്ഷെ അദ്ദേഹത്തിന് അതൊക്കെ കാണുമ്പോൾ അതിൽ ഓക്സിജൻ ഇല്ല എന്നാണ് അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് അദ്ദേഹം ഇവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബേസ് ക്യാമ്പിൽ വിവരമറിയിച്ചു. തൻ്റെ കയ്യിലുള്ള ഈ ഓക്സിജൻ കാനിസ്റ്ററിൽ ഓക്സിജൻ തീർന്നു പോയി എന്നറിയിച്ചു.
അപ്പോൾ ഈ ബേസ് ക്യാമ്പിലുള്ളവർ നടത്തിയ ചില നിരീക്ഷണങ്ങളുടെ ഫലമായിട്ട് അവർ പറഞ്ഞു, ഇതിനു മുമ്പ് ആ വഴിയെ കടന്നു പോയിട്ടുള്ള പർവ്വതാരോഹകർ ഉപേക്ഷിച്ച് പോയിട്ടുള്ള തൊട്ടടുത്തുള്ള ഈ ഓക്സിജൻ കാനിസ്റ്ററുകളിലൊക്കെ ഓക്സിജൻ ഉണ്ട്, അത് ഏതെങ്കിലും എടുത്തുകൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഈ ഹാരിസ് അത് ഈ ബേസ് ക്യാമ്പിലുള്ളവർ നിർദ്ദേശിച്ചിട്ടും അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല, എടുക്കാൻ തോന്നിയില്ല. അദ്ദേഹത്തിന് അത് വിശ്വാസം വരുന്നില്ല. അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിൽ ആ കാനിസ്റ്ററുകളിൽ ഓക്സിജൻ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഓക്സിജൻ തീർന്നു എന്ന് താഴെ ബേസ് ക്യാമ്പിൽ അറിയിക്കും. അവർ പറയും അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞ കാനിസ്റ്ററുകളിൽ ഓക്സിജൻ ഉണ്ടെന്ന്. പക്ഷേ ഇദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അത് ഉപയോഗിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ അദ്ദേഹം ഓക്സിജൻ ലഭിക്കാതെ മരിച്ചു പോവുകയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണം വലിയ വാർത്തയൊക്കെയായി. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സഹായം ബേസ് ക്യാമ്പിൽ നിന്ന് കൊടുത്തിട്ടും അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നു. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നു. അങ്ങനെ പഠനങ്ങൾ നടന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു: ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഓക്സിജൻ കാനിസ്റ്ററിൽ ഓക്സിജൻ തീർന്നു പോയ സമയം ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഓക്സിജൻ്റെ അഭാവം മൂലം ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരവസ്ഥ കടന്നു വന്നിരുന്നു. ഈ ഹൈപ്പോക്സിയ എന്ന അവസ്ഥ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് താഴെ നിന്ന് നിർദ്ദേശം കൊടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് ആ നിർദ്ദേശം പാലിക്കാനോ അത് വിശ്വസിക്കാനോ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ പ്രവർത്തനക്ഷമമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ, അദ്ദേഹത്തിന് വളരെ കാര്യക്ഷമമായിട്ട് എവറസ്റ്റ് കൊടുമുടി മുകളിൽ കയറി കൊടുമുടി കയറ്റം തീർത്തു, അവിടെ വിജയിച്ചു. താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇങ്ങനെയൊരു ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം പിന്നീട് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിനിൽ ഓക്സിജൻ്റെ അഭാവം മൂലം സംഭവിക്കുന്ന ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് എന്ന് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വളരെ കാര്യമായിട്ട് ഈ ജോൺ ക്രാക്കവർ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഭൗതിക ലോകത്തിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഓക്സിജൻ വളരെ അത്യാവശ്യമാണ്. ഈ ഓക്സിജൻ്റെ അഭാവം നമ്മുടെ തലച്ചോറിലും നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തും, നമ്മുടെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്തി കളയും. അതാണ് ഇത്രയും പ്രശസ്തനായ, ഇത്രയും മിടുക്കനായ ഒരു പർവ്വതാരോഹകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ്, നമ്മുടെ ആത്മീയ ജീവിതവും ഇത് തന്നെയാണ്. നമുക്ക് ഭൗതിക ജീവിതത്തിൽ ഓക്സിജൻ എന്തുമാത്രം ആവശ്യമാണോ, ആ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ജീവൻ പോലും അപകടത്തിലാകുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ആത്മാവിന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഓക്സിജനുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട കൃപയുണ്ട്. ആ കൃപയിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മുടെയും ആത്മീയ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ശാന്തമായി ദൈവത്തോടൊപ്പം ഇരിക്കുക, ദൈവത്തെ അറിയുക, ദൈവസ്നേഹം കൊണ്ട് നിറയുക. അപ്പോഴാണ് നമുക്ക് ആത്മീയ ജീവനിൽ വളരാൻ സാധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. സ്നേഹമുള്ളവരെ, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞാലാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. ദൈവത്തെ അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കണം. ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതോടൊപ്പം ദൈവത്തെ അറിയാൻ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വലിയൊരു വഴിയാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും നമ്മൾ തയ്യാറാകണം. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം. ആ വചനത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ ഈശോയെയും പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ കൂടുതൽ കൂടുതൽ അറിയണം. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ശക്തമായിട്ട് മുമ്പോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുക. സ്നേഹമുള്ളവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 19-ാം അധ്യായം 12-13 തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി, അഗ്നിയിലും കർത്താവില്ലായിരുന്നു,
അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു, പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത്. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഏലിയാ പ്രവാചകന് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുമ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പത്തിൻ്റെ ശക്തിയിലോ ഒച്ചപ്പാടിലോ ബഹളത്തിലോ ഒന്നുമല്ല ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും സാധിച്ചത്. അതിനുശേഷം വലിയ അഗ്നിയുണ്ടായി. ആ അഗ്നിയിലോ അഗ്നിയുടെ ഇടയിലോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഇടവന്നത്. അതിനുശേഷമുള്ളൊരു ശാന്തതയിലാണ്. കർത്താവ് അവിടെ ഇല്ലായിരുന്നു എന്നാണ് വചനം പറയുന്നത്. അതെല്ലാം മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. ശാന്തതയിൽ, സ്വസ്ഥതയിലാണ് കർത്താവിൻ്റെ സ്വരം കേട്ടത്. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒത്തിരിയേറെ തിരക്കുകളുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ മുമ്പൊക്കെ ജോലി ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതുണ്ട്. എല്ലാ മേഖലകളിലും കൂടുതൽ അധ്വാനവും കൂടുതൽ തിരക്കുകളും നിറഞ്ഞൊരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മാവിൻ്റെ വളർച്ച, നമ്മുടെ ആത്മാവിൻ്റെ പോഷണം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ്. ആ ബന്ധത്തിൽ നമ്മൾ വളരാൻ നമ്മൾ പരിശ്രമിച്ചില്ല എങ്കിൽ, ഓക്സിജൻ ലഭിക്കാതെ പോയപ്പോൾ ഒരു മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയതുപോലെ, മരിച്ചു പോയതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ തളർന്നു പോകാൻ ഇടയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കും. നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ പോലെ എൻ്റെ ആത്മാവിന് അത്യാവശ്യമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവസ്നേഹത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ നിറവ്, ആത്മാവിൻ്റെ ഒരു നിയന്ത്രണം അതെൻ്റെ ജീവിതത്തിലുണ്ടോ, അതിന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദൈവകൃപ കൊണ്ട് നിറയാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടാനും തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, ജീവൻ നൽകുന്ന, ജീവൻ സമൃദ്ധമായിട്ട് നൽകുന്ന ജീവൻ്റെ അപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. ഈശോയുടെ സാന്നിധ്യത്തെ ഓർത്ത, ഈശോയുടെ അനുഗ്രഹങ്ങളെ ഓർത്ത നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. മനുഷ്യ മക്കളോടൊപ്പം ആയിരിക്കുവാനുള്ള വലിയ ആഗ്രഹത്താലാണ് ഈശോ ദിവ്യകാരുണ്യമായി മാറിയത്. ഈശോ നമ്മളോടൊപ്പം ആയിരിക്കുന്ന, നമ്മൾ ഈശോയോടൊപ്പം ആയിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, ഭവനത്തിൽ രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കാം, പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കാം, റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം.
അതോടൊപ്പം പലവിധത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്തവർ, സ്ഥലവിൽപ്പന നടക്കാത്തത് മൂലം ഏറെ ക്ലേശിക്കുന്നവർ, അങ്ങനെ ഒത്തിരി നിയോഗങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം അത് വേണ്ടത്ര വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ, ആത്മാവിൽ ഞങ്ങൾ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ദൈവമാണെന്നറിയുക, ശാന്തമായിട്ടിരുന്ന് ഞാൻ ദൈവമാണെന്നറിയുക, എൻ്റെ ശക്തിയും എൻ്റെ സ്നേഹവും എൻ്റെ ചൈതന്യവും നിങ്ങൾ അനുഭവിച്ചറിയുക. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുക. നമ്മൾ തിരുവചന ധ്യാനത്തിൽ ഒരു സഹോദരനെ കുറിച്ച് നമ്മൾ വായിച്ചു. അദ്ദേഹം ഒരു പർവ്വതാരോഹകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയത് അദ്ദേഹത്തിന് കുറച്ച് സമയം ഓക്സിജൻ ലഭിക്കാതെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വേണ്ടതുപോലെ പ്രവർത്തിക്കാതെയായി. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള സാധ്യതകളെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അതേ സ്നേഹമുള്ളവരെ, ഓക്സിജൻ ലഭിക്കാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതം തകർച്ചയിലേക്ക് പോകുന്നു, ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനുള്ള ഓക്സിജനാണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, പ്രാർത്ഥനാ ജീവിതം, ആത്മീയ ജീവിതത്തോടുള്ള നമ്മുടെ താല്പര്യം. നമ്മൾ ഈ ലോക ജീവിതത്തിൽ പലവിധ തിരക്കുകളിൽപ്പെട്ട് ജീവിക്കുമ്പോൾ, പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ദൈവത്തോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം പറ്റുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും പരിശുദ്ധ ബലികളിലൊക്കെ പങ്കെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. ഈശോയെ, ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാകുന്നത് പോലെ തന്നെ പ്രാർത്ഥനയില്ലാതെ വരുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധം കുറയുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ജീവിതം അപകടത്തിലാണ് എന്ന് തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ്, ഞങ്ങളെല്ലാവരെയും വീണ്ടും ഉണർത്തി ശക്തിപ്പെടുത്തി അഭിഷേകം നൽകി പുതിയ സൃഷ്ടികളാക്കി ആത്മാവിൽ കൃപ നിറച്ച് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ഒന്ന് ചേർന്ന് ആലപിക്കാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും സമൂഹത്തിലുള്ളവരെയും ആത്മീയമായി ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, കൃപ നിറയ്ക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കും. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച്, വരങ്ങളാൽ നിറ
നിറച്ചെന്നെ നയിക്കൂ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാവരും ചേർന്ന് വലിയ ദാഹത്തോടെ, ദൈവമേ വരണേ, വലിയ സന്തോഷത്തോടെ, ഉള്ളിൽ വസിക്കാൻ വരണേ, വലിയ ആഗ്രഹത്തോടെ ആത്മാവാം ദൈവമേ വരണേ. ഈശോയെ എൻ്റെ ഉള്ളിൽ സുഖപ്പെടുത്തണമേ, വസിക്കാൻ വരണേ, അനുഗ്രഹിക്കണമേ, ആത്മാവാം വിടുതൽ നൽകണമേ. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഈശോയെ, വരണേ. ആത്മാവാം പരിശുദ്ധാത്മാവേ, ദൈവമേ വരണേ, അബ്ബാ പിതാവേ, എൻ്റെ സുഖപ്പെടുത്തണമേ, വരണേ, ശക്തിപ്പെടുത്തണമേ. ദാഹിച്ചു ഈശോയെ, നിന്നെ ഞാൻ തേടുന്നു, യേശുവേ, സ്വർഗ്ഗം ആരാധന, തുറന്നിറങ്ങി മഹത്വം കർത്താവേ, എല്ലാ മഹത്വവും ഈശോയ്ക്ക്, എല്ലാ മഹത്വവും ഈശോയ്ക്ക്. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 കർത്താവേ. ഈശോയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശു നാമത്തിൽ കൃപ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. സുഖപ്പെടുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു, വിടുതൽ നൽകുന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന, മഹത്വം 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 കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുന്നു, ദൈവകൃപകൾ നമ്മളിൽ വന്ന് നിറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അങ്ങനെയാണ് നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ, നിത്യജീവൻ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവരെ, ഈ ആരാധനയിൽ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവന് ഓക്സിജൻ ആവശ്യമായതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും കുടുംബ പ്രാർത്ഥന ആവശ്യമാണ്. ഓക്സിജൻ പോലെ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ഐക്യവും ഐശ്വര്യവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുക. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനകളിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് ഉണർവോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ കരുത്ത് നൽകുന്ന, വലിയ ഉണർവ് നൽകുന്ന, ശക്തി നൽകുന്ന, സുഖപ്പെടുത്തുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. സാധിക്കുന്നതുപോലെ നമുക്ക് പരിശുദ്ധ ബലികളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ ബലികളിൽ പങ്കെടുത്ത് പുതിയൊരു ആത്മീയ ഉണർവ് ഓരോ ദിവസവും നേടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതോടൊപ്പം നമുക്ക് ആത്മീയ ഉണർവ് നൽകുന്ന കുദാശയാണ് കുമ്പസാരം എന്ന കുദാശ. സ്നേഹമുള്ളവരെ,
ആ കുമ്പസാരം എന്ന കുദാശയിലൂടെ, അനുരഞ്ജന കുദാശയിലൂടെയാണ് പാപങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമ്മൾ നിറയുന്നത്, ആത്മീയ അഭിഷേകം നമ്മളിൽ നിറയുന്നത്. ഈ കുദാശകളുടെയൊക്കെ സ്വീകരണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. അതേ സ്നേഹമുള്ളവരെ, ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതാകുമ്പോൾ നമ്മുടെയും ആത്മീയ ജീവൻ തകർന്നു പോകും, നശിച്ചു പോകും എന്നുള്ള ബോധ്യത്തോടുകൂടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.